ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭയന്ന പാകിസ്ഥാൻ ആകട്ടെ സ്വയം രക്ഷാ കവചം ഒരുക്കി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ തകർപ്പൻ നീക്കങ്ങളിൽ അവർ പ്രകോപിതരായ പാകിസ്ഥാൻ ആകട്ടെ റവേൽകോട്ട്, കോട്ലി, ദിംബർ സെക്ടറുകളിലെല്ലാം തന്നെ തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിപ്പിക്കാനുള്ള തിരക്കുകളാണ് നടക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ കയറി ഒരിക്കൽ കൂടി പണിയാൻ നിന്നാൽ തിരിച്ചടി ഉറപ്പായിരിക്കുമെന്ന് വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ ഇന്ത്യ പറയുകയും ചെയ്തിട്ടുണ്ട്. മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ നയം വ്യക്തമാണ്. പാകിസ്ഥാൻ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പാക് അധീന കാശ്മീരിലെ മുൻനിര പ്രദേശങ്ങളിൽ കൗണ്ടർ ഡ്രോൺ വിന്യാസം ഗണ്യമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 സംബന്ധിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിലാണ് ഈ നീക്കം. റവേൽകോട്ട്, കോട്ലി, ദിംബർ സെക്ടറുകളിൽ അതിൽ എതിർവശത്ത് പുതിയ കൗണ്ടർ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണാത്മക നിലപാടുകൾ പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല ഇപ്പോൾ അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ തകർപ്പൻ നീക്കങ്ങളിൽ പ്രകോപിതരായ പാകിസ്ഥാൻ ഈ 3 പ്രദേശങ്ങളിലായി തന്നെ വലിയ രീതിയിലുള്ള ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളാണ് വിന്യസിപ്പിക്കുന്നത്. 12ാമത് ഇൻഫൻട്രി ഡിവിഷനും കോട്ലി, ദിംബർ മേഖലയിലെ 23ാമത് ഡിവിഷനുമാണ് ഈ വിന്യാസങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 30ലധികം പ്രത്യേക ഡ്രോൺ വിരുദ്ധ യൂണിറ്റുകളായാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ കാവൽ നിർത്തിയിരിക്കുന്നതും. അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ 2ാം ആസാദ് കാശ്മീർ ബ്രിഗേഡ് മുഴുവൻ 7ാം ആസാദ് കാശ്മീർ ബ്രിഗേഡ് വരെയുള്ള ആ ഒരു വിവിധ വിഭാഗങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. രജൌരി, പൂഞ്ച്, നൌഷേര, സുന്ദർബാനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ നീക്കങ്ങളുടെ അതിനെ പ്രതിരോധിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യൻ മണ്ണിൽ ഭീകരത വിതയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിർത്തി കടന്നെത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രഹരം നൽകാൻ ഇന്ത്യയുടെ പുതിയ ആക്രമണാത്മക പ്രതിരോധ രീതി പാക് സൈനിക കേന്ദ്രങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളായിട്ടാണ് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സർക്കാരിന് കീഴിൽ ഇന്ത്യ സ്വീകരിക്കുന്ന അടിച്ചാൽ തിരിച്ചടിക്കും എന്ന ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയവും കരനാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന വൻകിട യുദ്ധാഭ്യാസങ്ങളും പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ അവിടെ വിടവുകൾ നികത്താൻ ചൈനയോടും തുർക്കിയോടും പാകിസ്ഥാൻ ഇപ്പോൾ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ ഭീകരവാദികളെ പോറ്റി വളർത്തുക വലിയ രീതിയിൽ ചെയ്യുകയും പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ ഓരോ നീക്കത്തെയും പേടിയോടെയാണ് ഇപ്പോൾ അവർ നോക്കിക്കാണുന്നത്. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ ഡ്രോണുകൾ തങ്ങളുടെ താവളങ്ങൾ തകർക്കുമോ എന്ന ഭയമാണ് പാക് സൈനിക കേന്ദ്രങ്ങളെ ഇപ്പോൾ ഇത്തരത്തിൽ നയിക്കാനായി മുന്നോട്ട് വരുന്നത്. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഓപ്പറേഷൻ സിന്ദൂർ 2.0 തന്നെ ഇന്ത്യൻ സൈന്യം ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.